ഡേയ് കന്നന്തിരി വേലയൊക്കെ കാണിച്ചിട്ട് സോഷ്യൽ മീഡിയയിൽ വന്നിരുന്നുണ്ട് കൊണയടിക്കുന്നാടേ. എന്തിനടേ ഇത്? നമ്മുടെ കുണ്ടറയിൽ BJPയുടെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ച ബിഗ് ബോസ് താരം റോബിൻ ജി ഉണ്ടല്ലോ, ഇപ്പൊ എയറിലാണ് ആള്. മറ്റൊരു ബിഗ് ബോസ് താരമായിട്ടുള്ള വേദ ലക്ഷ്മി കഴിഞ്ഞ ദിവസം കുറച്ച് ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുകൾ പുറത്തേക്ക് വിട്ടായിരുന്നു. അതായത് ഞാനൊരു ബിസിനസ്സുകാരനാണ്, ഞാൻ BJPയിൽ ചേർന്നത് എൻ്റെ ഒരു ബിസിനസ്സിന്റെ ഭാഗമായിട്ടാണ്. കാരണം കേന്ദ്രം ഭരിക്കുന്നത് BJP ആയതുകൊണ്ട് കേരളത്തിൽ അതിന്റെ ഭാഗമായിട്ട് നിന്ന് കഴിഞ്ഞാൽ എന്ത് ഫ്രോഡ് പരിപാടിയും കാണിക്കാമെന്നുള്ള ഒരു ധാരണ ഇവന്മാർക്കുണ്ട്. കാരണം കോടിക്കണക്കിന് രൂപ ആണല്ലോ കേരളത്തിലേക്ക് ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടിട്ട് കേന്ദ്രം കേരളത്തിന് കൊടുത്തത്. ഈ ഒരു തെരഞ്ഞെടുപ്പിന്റെ BJPയുടെ സ്ഥാനാർത്ഥികളുടെ ഇലക്ഷൻ പ്രചരണമൊക്കെ നമ്മളിങ്ങനെ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇടത്തിന്റെയും വലതിന്റെയും സ്ഥാനാർത്ഥികൾ പൊടിച്ചതിനേക്കാട്ടിൽ കൂടുതൽ പണം ഇവർ പൊടിച്ചിട്ടുണ്ട്. എല്ലാ സ്ഥാനാർത്ഥികളുടെയും കൂടെ 5-6 വ്ളോഗേഴ്സിനെ ഇങ്ങനെ കൂടെ കൊണ്ട് നടന്ന് വീഡിയോ എടുത്തൊക്കെ ഇട്ടതൊക്കെ നമ്മൾ കണ്ടതാ. അപ്പൊ നമ്മുടെ വേദാലക്ഷ്മി കഴിഞ്ഞ ദിവസം ഒരു വെടി അങ്ങോട്ട് പൊട്ടിച്ചു. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവൻ അതിനൊരു മറുപടിയായിട്ട് വന്നു. ഇപ്പം ഓരോന്നായിട്ട് ഇങ്ങനെ തെളിവുകൾ പുറത്തോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. സത്യം പറയുന്നത് നമ്മുടെ കേരളത്തിലെ സംഖ്യകളെ പറ്റിക്കാൻ എളുപ്പമാണ് കേട്ടോ. അതുകൊണ്ടാണല്ലോ ഹാർപ്പിക്ക് വേട്ടാവളിയനും ജാമിദയെ പോലുള്ള ചില കൂതറകളൊക്കെ ഇവരെ വെച്ച് പണം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. കാരണം ഇവരുടെയൊക്കെ വിചാരം ഇവർക്ക് BJPയോട് എന്തോ അമിതമായിട്ടുള്ള സ്നേഹം ഉള്ളത് കൊണ്ടാണ് ഇവരൊക്കെ ഇതിനകത്ത് വരുന്നതെന്നാ. ഒരു പുല്ലുമല്ല, കിട്ടുന്നത് വാങ്ങി നക്കാൻ വേണ്ടിയാണ് ഇവന്മാരല്ല ഈ പ്രസ്ഥാനത്തിന്റെ കൂടെ ചേർന്നിരിക്കുന്നത്. അത് ഈ മരമണ്ടന്മാരായിട്ടുള്ള ഈ പൊട്ടന്മാർക്കൊന്നും അറിയത്തില്ലെന്നേ. എന്താണെങ്കിലും നമ്മുടെ റോബിന്റെ ഒരു പുതിയ വീഡിയോ വന്നിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഇതിന്റെ ഓരോന്ന് തെളിവ് സഹിതം വീഡിയോ ഞാൻ കാണിച്ചു തരാം. സമാധാനമായിട്ട് നിങ്ങൾ വീഡിയോ കണ്ടതിന് ശേഷം കമന്റ് അറിയിക്കുക. അപ്പം എന്താണ് നമ്മുടെ റോബിൻജിക്ക് പറയാനുള്ളതെന്ന് കേൾക്കാം. എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ. ഇന്ന് ഓഗസ്റ്റ് 12 രാവിലെ 7 മണിയാണ്. അപ്പൊ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് എനിക്ക് അഗൻസ്റ്റ് വലിയ രീതിയിലുള്ള സൈബർ അറ്റാക്കാണ് സോഷ്യൽ മീഡിയയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. വേദലക്ഷ്മിക്കും അബിൽ ദേവനൊക്കെ ഞാൻ ഫണ്ട് കൊടുക്കാനുണ്ട്, ഞാൻ അവരെ പറ്റിച്ചു എന്നൊക്കെ പറഞ്ഞിട്ടാണ് അവർ എന്ത് ചെയ്യുന്നത്, വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്, എന്നെ എക്സ്പോസ് ചെയ്യുന്നതിന്റെ ഞാൻ കാശ് വെച്ചിട്ടുള്ള വീഡിയോ എടുത്തിടുന്നു. സോ ഇങ്ങനെയുള്ള പല കാര്യങ്ങൾ നടക്കുന്നു. ഒരുപാട് പേര് റിയാക്ട് ചെയ്യുന്നു, കമന്റ് ചെയ്യുന്നു, എന്നെ ചീത്ത വിളിക്കുന്നു. ഞാൻ ഇന്നലെ, അതായത് ഓഗസ്റ്റ് 11 ഇന്നലെ ഞാൻ കംപ്ലീറ്റ് എന്റെ ബാങ്കിന്റെ ഡീറ്റെയിൽസ് എടുത്തിട്ടുണ്ട്, ട്രാൻസാക്ഷൻ ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം എടുത്തിട്ടുണ്ട്. ഇവരുടെ ചാറ്റ്, ഇവർക്ക് അയച്ചു കൊടുത്തിട്ടുള്ള ട്രാൻസാക്ഷൻ ഡീറ്റെയിൽസ്, എനിക്ക് അയച്ചു തന്നിട്ടുള്ള ഡീറ്റെയിൽസ്, കംപ്ലീറ്റ് സാധനം ഞാൻ പ്രിന്റ് ഔട്ടും ഡോക്യുമെന്റ്സും കാര്യങ്ങളെല്ലാം എടുത്തിട്ടുണ്ട്. അപ്പം ഈ പറഞ്ഞ അബിൽ ദേവ്, വേദലക്ഷ്മി, ഇവരുടെ കൂട്ടത്തിലുള്ള റമീൻ, പിന്നെ ഷാജർ, ധന്യ, ഈ പറഞ്ഞ ആൾക്കാരിൽ നിന്നുള്ള സാമ്പത്തിക ഇടപാട് ടോട്ടൽ മൊത്തത്തിലുള്ള അവരുമായിട്ടുള്ള എമൗണ്ട് എന്ന് പറയുന്നത് 42,53,500 രൂപയാണ്. അതായത് 42,53,500 റുപ്പീസ്. എന്റെ അക്കൗണ്ടിൽ നിന്നും ഞാൻ ഇവർക്ക് തിരിച്ചു കൊടുത്ത എമൗണ്ട് എന്ന് പറയുന്നത് 43,22,500 രൂപയാണ്. അതായത് 43,22,500 രൂപ, 43,22,500 റുപ്പീസ് ഞാൻ ഇവർക്ക് തിരിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഈ ഡീറ്റെയിൽസ് വെച്ചിട്ടാണെങ്കിൽ 69,000 രൂപ, അതായത് 69,000 ഇവർ എനിക്ക് തിരിച്ച് ഇങ്ങോട്ട് തരാനുണ്ട്. മനസ്സിലായില്ലേ? പിന്നെ ഇതെല്ലാം ബാങ്ക് ട്രാൻസാക്ഷൻസ് ആണ്. ബാങ്ക് ട്രാൻസാക്ഷൻസ് നമുക്ക് ഫേക്ക് കാണിക്കാൻ പറ്റില്ല. അത് ഇങ്ങോട്ട് തന്നത് അങ്ങോട്ട് കൊടുത്തൊക്കെ കറക്റ്റ് അതിൽ എന്തുണ്ട്, ബാങ്കിന്റെ ട്രാൻസാക്ഷൻ ഡീറ്റെയിൽസ് ഉണ്ട്. ഇവരുടെ ട്രാൻസാക്ഷൻ സ്ലിപ്പും റെസിപ്റ്റും ഇവരുടെ ട്രാൻസാക്ഷൻ ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം ഞാൻ പ്രിന്റ് ഔട്ട് എടുത്തിട്ടുണ്ട്. പ്രിന്റ് ഔട്ട് എടുത്തത് മാത്രമല്ല, ഇന്ന് രാവിലെ, അതായത് ഓഗസ്റ്റ് 12 രാവിലെ 11 മണിക്ക് ഇവരുടെ പ്രസ് മീറ്റ് ഉണ്ട് അല്ലെ, എറണാകുളം പ്രസ് ക്ലബ്ബിൽ വെച്ചിട്ട്. എല്ലാ മീഡിയാസും വരണം, മെയിൻ സ്ട്രീം ചാനൽസ് തൊട്ട് എല്ലാ മീഡിയാസും വരണം. അവർക്ക് എല്ലാവർക്കും ഞാൻ ഈ പറഞ്ഞ ഡോക്യുമെന്റ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ്. അവർക്ക് ക്രോസ് ചെക്ക് ചെയ്യാം, അവർക്ക് വേണമെങ്കിൽ ബാങ്കുമായിട്ട് കണക്ട് ചെയ്യാം, ഒരു പ്രശ്നമില്ല. അപ്പം അനന്തു, അതായത് നമ്മുടെ ഡോക്ടർ ഡ്രേക്ക് എന്റെ അടുത്ത് ആദ്യമേ, എനിക്ക് തോന്നുന്നു ഇനിഷ്യലി എന്റെ അടുത്ത് ചോദിച്ചിരുന്നത്, ബ്രോ എത്രയാണ് ട്രാൻസാക്ഷൻ ഉള്ളതെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, എടാ എനിക്ക് തോന്നുന്നു ഒരു 40-45 ഇടയ്ക്കാണെന്ന് ഞാൻ നിന്റെ അടുത്ത് പറഞ്ഞു. ഞാൻ എടുത്തിട്ട് നിനക്ക് അയച്ചു, ഡീറ്റെയിൽസ് എടുത്തിട്ട് അയച്ചുതരാന്ന് പറഞ്ഞു. അപ്പൊ നീ പറഞ്ഞു, പുള്ളിക്കാരൻ ഇങ്ങനെ അബിൽ ദേവ് പറഞ്ഞു 75 ലക്ഷം രൂപ ഞാൻ കൊടുക്കാനുണ്ടെന്നുള്ള രീതിയിലാണ് പറഞ്ഞിരുന്നത്. അപ്പൊ അതിന്റെ ഡീറ്റെയിൽസ് എനിക്കൊന്ന് അയച്ചു തരണം. എനിക്ക് ഈ പറഞ്ഞ 75 ലക്ഷം രൂപ നിങ്ങൾ തന്നത് എനിക്കൊന്ന് അയച്ചു തരണം. അപ്പൊ ടോട്ടലി മൊത്തത്തിലുള്ള ട്രാൻസാക്ഷൻ ഇവരുമായിട്ടുള്ളത് 42,53,500 രൂപയാണ്. അതിൽ ഞാൻ 43,22,500 രൂപ അങ്ങോട്ട് കൊടുത്തിട്ടുണ്ട്. ഇങ്ങോട്ട് അവർ എനിക്ക് 69,000 രൂപ തരാനുമുണ്ട്. അപ്പൊ ഇന്ന് എന്തായാലും ഈ പ്രസ് മീറ്റിൽ ഞാനും വരുന്നതാണ്. ഈ ഡോക്യുമെന്റ്സ് എല്ലാം ഞാനും കൊണ്ടുവരും. ഈ റെസിപ്റ്റും ഈ പറഞ്ഞ ചാറ്റും അവർ അയച്ചെന്ന അക്കൗണ്ട് ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം ഞാനും കൊണ്ടുവരുന്നുണ്ട്. അനന്തുവിന് ഉൾപ്പെടെ അവിടെയുള്ള എല്ലാവർക്കും ക്രോസ് ചെക്ക് ചെയ്യാൻ പറ്റും. ഞാൻ അനന്തുവിന്റെ അടുത്ത് പറഞ്ഞു, എടുത്ത് ചാടല്ലേ, ഞാൻ പറഞ്ഞതല്ലേ 40-45 ഇടയ്ക്കുള്ള, നിന്റെ ചാറ്റ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും, ഞാൻ കാണിച്ചു തരാം. വല്ല ആവശ്യം ഉണ്ടായിരുന്നോ? പിന്നെ ഈ സത്യം എന്താണ്, ആരുടെ ഭാഗത്താണ് ശരി എന്നൊക്കെ ഉള്ളത് അറിയുന്നതിന് മുന്നേ എടുത്തു ചാടി ഒരാളിനെ ക്രൂശിക്കുന്നത് ദൈവത്തോർത്ത് സോഷ്യൽ മീഡിയ ഒന്ന് നിർത്തണം. എന്റെ ഒരു റിക്വസ്റ്റ് ആണ്. മനുഷ്യരാണ്, മനസ്സിലായില്ലേ? എല്ലാ ഫ്രോഡ് പരിപാടികളും കാണിച്ചിട്ട് ഒരു ഉളുപ്പുമില്ലാതെ ഇങ്ങനെ വന്നിരുന്നുണ്ട് ന്യായീകരിക്കുന്ന കാണപ്പെടുണ്ടല്ലോ. സത്യം ഇനിയിപ്പോ ഇതുകൊണ്ടൊന്ന് കണ്ടോ. റോബിൻ പല തവണകളായി 40 ലക്ഷത്തോളം രൂപ തട്ടിയെന്നും ഹണി ട്രാപ്പ് ഉൾപ്പെടെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയെന്നും സുഹൃത്തും കേരള ഫാഷൻ ലീഗ് സ്ഥാപകനുമായ അഭിൽ ദേവും മീഡിയ വണിനോട് പറഞ്ഞു.
അപ്പോൾ ഈ ഒരു വർഷം കൊണ്ട് കഴിഞ്ഞ 2025 കാലഘട്ടത്തിൽ ഓൾമോസ്റ്റ് 36,75,000 രൂപ അദ്ദേഹം എനിക്ക് തരാനുണ്ട്. ഈ BJP വന്നപ്പോൾ ആദ്യം സ്ത്രീകളുടെ ക്ഷേമത്തിന് വേണ്ടിയിട്ടാണ് അവൻ പോയിരിക്കുന്നത്. ഒരു സ്ത്രീയെ ഏത് രീതിയിൽ ഏത് രീതിയിൽ മോശമായിട്ട് ചിത്രീകരിക്കാൻ പറ്റും, അത്ര വലിയ ഹൈ തെറി അവൻ ലക്ഷ്മിയെ വിളിക്കുകയുണ്ടായി. ഇവൻ ഇതിനെ രാഷ്ട്രീയവൽക്കരിച്ച് എന്നെ ഒരു ഇൻഡയറക്ട്ലി ഭീഷണി എനിക്ക് അവിടെ തന്നു എന്നുള്ളതാണ്. കുണ്ടറയിലേക്ക് വരൂ, BJP ഓഫീസ് കുണ്ടറ ഓഫീസിൽ വന്ന ഈ പൈസ ഞാൻ സെറ്റിൽ ചെയ്യാം. അപ്പോൾ പലപ്പോഴായിട്ട് അപ്പോൾ ഞാൻ പറയും എന്തിനാണ് അവിടെ പാർട്ടി ഓഫീസിലേക്ക് വരുന്നത്, അത് എൻ്റെ ബന്ധമല്ല ബ്രോ. ഞാനിത് കേന്ദ്രത്തിനെ അറിയിച്ചു, കേന്ദ്രം സംസ്ഥാനത്തിനെ അറിയിച്ചു, സംസ്ഥാനം ജില്ലാ ഘടകത്തിന് അന്വേഷിച്ചു, ജില്ലാ ഘടകം തരും, അതിന് പാർട്ടി ഓഫീസിലേക്ക് പോകാം. അപ്പോൾ അതിൽ എനിക്ക് തോന്നിയ നമുക്കൊരു ഇതുണ്ടല്ലോ. അപ്പോൾ ഞാൻ ഇലക്ഷൻ കഴിയുന്നവരെ ഏതായാലും വെയിറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. നമസ്കാരം, ഞാൻ ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ, സുഗീത വിൽബ്രോ ആണ്. ഇന്ന് മെയ് 18. അപ്പം നമ്മൾ തമ്മിൽ ഓൾറെഡി ഈ സെറ്റിൽമെന്റിന്റെ കാര്യം സംസാരിച്ചിരുന്നു, എമൗണ്ടും സംസാരിച്ചിരുന്നു. അപ്പം 20 പറഞ്ഞിരുന്നു. അപ്പൊ 5 lakhs ഓൾറെഡി കൊടുത്തു. ഇനി ബാലൻസ് ഉള്ളത് 40 ലക്ഷം രൂപയാണ്. അതിൽ ഈ വരുന്ന മെയ് 28 അന്ന് 5 ലക്ഷം രൂപ, ജൂൺ 5 അന്ന് ബാലൻസ് 5 ലക്ഷം രൂപ, ജൂൺ 10 അന്ന് 5 ലക്ഷം രൂപ. അപ്പൊ ടോട്ടല് 20 ലക്ഷം രൂപ അന്ന് ക്ലിയർ ചെയ്യും. അത് കഴിഞ്ഞതിന് ശേഷം ജൂൺ 15 അന്ന് 25 lakhs കൂടെ ചേർത്തിട്ട് കംപ്ലീറ്റ് എമൗണ്ട് അന്നത്തോടു കൂടി ഫിനിഷ് ചെയ്യാണ്. അപ്പൊ അത് ഫിനിഷ് ചെയ്തതിന് ശേഷം നമ്മൾ ഡോക്യുമെന്റ്സും കാര്യങ്ങളൊക്കെ ഹാൻഡ് ഓവർ ചെയ്ത് ഹാപ്പി ആയിട്ട് പിരിക്കുന്നു. ഓക്കെ, താങ്ക് യു. അപ്പൊ അതിനുവേണ്ടി ഒരു എന്താ പറയാ എവിഡൻസ് ആയിട്ട് നമ്മൾ ഫോഴ്സ്ഫുള്ളി അല്ല ഈ ഒരു വീഡിയോ ചെയ്യുന്നത്, നമ്മൾ പരസ്പര ധാരണയിലാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പം താങ്ക് യു സോ മച്ച്. കണ്ടല്ലോ അല്ലേ, ലവൻ ആരാണെന്നുള്ളത് ഇപ്പൊ മനസ്സിലായല്ലോ. ഇനിയിപ്പോ വേദലക്ഷ്മി കൊടുക്കുന്നതും കൂടെ കേട്ടോ. അപ്പോൾ രാവണ യുദ്ധം തുടങ്ങാം. ഇന്നലത്തെ റോബിന്റെ പ്രസ് മീറ്റ് നിങ്ങൾ എല്ലാവരും കണ്ടു എന്ന് വിചാരിക്കുന്നു. കാണാത്തവർ ഇപ്പൊ തന്നെ പോയി കാണണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതൊന്നും മനസ്സിലാവത്തില്ല. ഞാൻ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, റോബിൻ എവിടെ നിർത്തുന്നോ അവിടുന്ന് ഞാൻ തുടങ്ങുന്നു. അപ്പോൾ ഇന്നലത്തെ പ്രസ് മീറ്റ് നടത്തേണ്ടതും അതിനകത്ത് പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ എല്ലാവരും കേൾക്കണം എന്നുള്ളതും ഏറ്റവും കൂടുതൽ എൻ്റെ ആവശ്യമായിരുന്നു. കാരണം ഇമേജ് രക്ഷപ്പെടുത്താൻ റോബിൻ ഏത് എക്സ്റ്റെന്റ് വരെ പോകണമെന്ന് നിങ്ങൾ എല്ലാവരും മനസ്സിലാക്കണം. റോബിൻ രാധാകൃഷ്ണൻ ഇന്നലെ നടത്തിയ പ്രസ് മീറ്റിൽ എൻ്റെ പേര് കൂടാതെ റോബിൻ തന്നെ സൈബർ കൊട്ടേഷൻ കൊടുത്തിട്ട് വിളിച്ചിട്ട് വന്ന ഡോക്ടർ ഡ്രേക്ക് എന്ന് പറയുന്ന അനന്ത് സുൽജിത്തിന്റെ പേര്, ഇത് കൂടാതെ അബിൽ ദേവ് എന്ന് പറഞ്ഞ മൂന്നാമതൊരു വ്യക്തിയുടെ പേരും കൂടെ പറയുന്നുണ്ട്. സോ ഇത്രയും വളർന്ന് പന്തലിച്ച് അജാനബാഹുവായിട്ട് നിൽക്കുന്ന വിദ്യാഭ്യാസമുള്ള ലോക പരിചയമുള്ള ഡോക്ടർ റോബിൻ രാധാകൃഷ്ണനെ ഒരു പാവെ കളിപ്പിക്കുന്ന പോലെ കളിപ്പിച്ചുകൊണ്ടിരുന്ന അബിൽ ദേവ് ഡിസംബർ 2025 തൊട്ട് റോബിനെ ഭീഷണിപ്പെടുത്തുമെന്നാണ് പറയുന്നത്. ഞാൻ കഴിഞ്ഞ 2 മാസമായിട്ടുള്ള ഇവരുടെ ഒരു ചാറ്റ് അല്ലെങ്കിൽ ഒരു കോൺവെർസേഷനാണ് ഇന്നിവിടെ കാണിക്കുന്നത്. എനിക്ക് അത്ര അധികം സമയമൊന്നുമില്ല. ഇത് കണ്ടിട്ട് നിങ്ങൾ തന്നെ റോബിന്റെ തട്ടിപ്പ് നടത്തുന്നതിന്റെ മോഡ് ഓഫ് ഓപ്പറേഷൻ എങ്ങനെയാണെന്ന് നിങ്ങൾ തന്നെ വിലയിരുത്തും. ബൈ. അപ്പോൾ ബാക്കി നെക്സ്റ്റ് വീഡിയോസിൽ കാണാം. നമസ്കാരം, ഞാൻ ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ. സോ ഇന്ന് മെയ് 27 അപ്പം എനിക്കൊരു 90,000 രൂപ വേണം, 90,000. സോ അബിൽ ബ്രോന്റെ അടുത്ത് ഞാൻ ചോദിക്കുകയാണ്, എനിക്കറിയാം അബിൽ ബ്രോയിനെ ഹെൽപ്പ് ചെയ്യുന്നുള്ളത്. വളരെ നല്ല തങ്കപ്പെട്ട പാവം മനുഷ്യനാണ് അബിൽ ബ്രോ. അപ്പം ദൈവത്തോർത്ത് കനിയണം, ഒരു എമർജൻസി സിറ്റുവേഷൻ ആണ്, ഒന്ന് ഹെൽപ്പ് ചെയ്യണം. ഞാൻ ഇന്ന് വൈകുന്നേരം ഒരു രാത്രിക്കകത്ത് ഒരു 10 മണിക്കകത്ത്, ജസ്റ്റ് ഒരു ദിവസം പോലും വേണ്ട, 10 മണിക്കകത്ത് 27 തന്നെ രാത്രി 10 മണിക്കകത്ത് 10:30 ഞാൻ ട്രാൻസ്ഫർ ചെയ്തേക്കാം. എനിക്കൊരു 90,000 ഒന്ന് ഹെൽപ്പ് ചെയ്യണം പ്ലീസ്. ഇതൊരു റിക്വസ്റ്റ് ആണ്. പിന്നെ ഓൾ ദി വെരി ബെസ്റ്റ് ഫോർ സീസൺ 8 വിന്നറായിട്ട് വരട്ടെ. ഈ ഒരു ബ്രദറിന്റെ എല്ലാവിധ ആശംസകളും. ഓൾ ദി വെരി ബെസ്റ്റ്. പിന്നെ വിജയിച്ചു വരും. എനിക്കൊന്ന് ഹെൽപ്പ് ചെയ്യും പ്ലീസ് എന്ന് പറയാം. അപ്പൊ നിങ്ങൾ കണ്ടല്ലോ അല്ലേ, വേദലക്ഷ്മി നീ നിർത്തിയെടുത്ത് നിന്ന് തുടങ്ങുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്തായാലും തൃശ്ശൂർ പൂരത്തിന് വെടിപൊട്ടുന്ന രീതിയിൽ തന്നെ വേദലക്ഷ്മി പണി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇവൻ നല്ലൊരു ഒന്നാന്തരം വിദ്യാഭ്യാസമുള്ള മരമണ്ഡനായിട്ടാണ് സത്യത്തിൽ എനിക്ക് ഇവന്റെ ഓരോ വീഡിയോയിൽ കാണുമ്പോൾ തോന്നുന്നത്. മൊത്തത്തിൽ ഒന്ന് കൂട്ടി വായിക്കുമ്പോൾ എവിടെയോ എന്തൊക്കെയോ സംതിങ് മണക്കുന്നുണ്ടല്ലോ അല്ലേ. ഇവൻ ഒരു ഒന്നാന്തരം പഠിച്ച കള്ളനാണ് കേട്ടോ. ഇവൻ സത്യം പറയാം, ഇവൻ ഈ പാവം പിടിച്ച ഈ സംഖ്യകളെ ഇങ്ങനെ പറ്റിക്കുന്ന കാണുമ്പോഴത്തേക്ക് എനിക്ക് സഹതാപം തോന്നുന്നുണ്ട്. ഇവിടെ ഏത് പാഴ് വസ്തുക്കൾ എവിടുന്ന് എങ്ങോട്ട് വന്നാലും ഇത് ഇങ്ങോട്ട് കയറിക്കുമെന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ വിളിച്ചു കയറ്റാൻ വേണ്ടി കാത്തിരിക്കുന്നവർ. കാരണം എന്തെങ്കിലുമൊക്കെ കേരളത്തിൽ നടത്താൻ വേണ്ടി ഇവർ ആഗ്രഹിച്ചിരിക്കുക. അതിന് സകലമാന വണ്ടന്മാരെയും പൊട്ടന്മാരെയും ഒക്കെ വിളിച്ചു കയറ്റുമ്പോൾ എന്തൊരവസ്ഥയാണെന്ന് ആലോചിച്ച് നോക്കിയത്. എന്താണെങ്കിലും 11 നാളെ പുലിയാട്ടാ. അപ്പം നിങ്ങളുടെ കമൻറ്റുകൾ അറിയിക്കാം. നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം. ബൈ.